Good afternoon. Good afternoon, ma'am. Okay. Okay. Okay, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കുറച്ച് ദിവസമായിരുന്നു അല്ലേ കണ്ടിട്ട്? കുറച്ച് ദിവസമല്ല, കുറച്ച് നാളുകളായല്ലേ നമ്മൾ കണ്ടിട്ട് അല്ലെ? അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയില്ലേ? ഓക്കെ. ഇവിടെ ക്ലാസ് ഒക്കെ ഉള്ള ദിവസം ഇപ്പോൾ എന്താണ് അവധിയായിരുന്നു അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയൊരു പോർഷനും കൂടി എടുത്ത് തീർക്കാനുണ്ട് അല്ലെ? ഒരു 1.5 പേജും കൂടെ ബാക്കിയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞു എന്റെ ക്ലാസ്സിൽ തീർക്കുമെന്നാണ് പറഞ്ഞത്. ഞാനല്ലേ പറഞ്ഞത്? ശരിക്കും ഒരു 1.5 പേജും കൂടെ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. മറന്നുപോയോ അത്? കഴിഞ്ഞ സാറാണ് ചോദിച്ചത്, നിലൂമിസ് സാറിനെ ചോദിച്ചപ്പോ പറഞ്ഞു വന്ദനമിസിലേക്ക് കംപ്ലീറ്റ് ആയി നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ല പേജ് കൂടെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ലാസ്റ്റത്തെ ക്ലാസ്സില് നമ്മള് ഈ മെഡിക്കോ ലീഗൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ഇഞ്ചുറി ഷീറ്റ് അല്ലെ? ആ ഒരു ഷീറ്റ് തയ്യാറാക്കുന്ന ആ ഒരു ഷീറ്റിന്റെ പ്രിപ്പറേഷനെ പറ്റിയിട്ടാണ്. ഓക്കെ ആൽവിൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ആ പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പ്രിപ്പറേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റ് അല്ലെ? മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് ഒരു 13 പോയിന്റുകൾ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സില് 13ാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? എന്തായിരുന്നു ആ പോയിന്റ്? ഇൻ ദ മെഡിക്കോ ലീഗൽ കേസ് a death injury sheet must be prepared where all details about the case may be mentioned. അതായത് ഡെത്ത് കേസ് വരുമ്പോഴും മരണ കേസുകളാണെങ്കിലും, ഓക്കെ പ്രീതി ഗുഡ് ആഫ്റ്റർനൂൺ, മരണ കേസുകളിലാണെങ്കിലും എന്ത് ചെയ്യണം? ഇഞ്ചുറി ഷീറ്റ് അവിടെ പ്രിപ്പയർ ചെയ്തിരിക്കും. നമ്മൾ ഈ ഇഞ്ചുറി ഷീറ്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ബോഡിയുടെ ഒരു ഹ്യൂമൻ ബോഡി അനാട്ടമി ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം പോലെ, ദാറ്റ് മീൻസ് ഒരു എന്താ പറയാ, ഒരു ബോഡിയുടെ സ്ട്രക്ചർ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇഞ്ചുറി ഷീറ്റ് തയ്യാറാക്കുന്നത്. എന്നിട്ട് അതില് എവിടേക്കാണ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളിലാണെന്നുള്ളത് നമ്മൾ ഡയഗ്രമാറ്റിക്കലി അതിലിങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഡെഡ് ഇഞ്ചുറി ഷീറ്റിനകത്ത്. അപ്പോ മെഡിക്കോ ലീഗൽ കേസുകളിൽ, പ്രത്യേകിച്ച് ഡെഡ് കേസുകൾ, മെഡിക്കോ ലീഗൽ കേസുകളിൽ നമ്മൾ ഇഞ്ചുറി ഷീറ്റ് തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന ഡെഡ് കേസുകൾ, മരണ കേസുകളിലും ഇഞ്ചുറി ഷീറ്റ് തയ്യാറാക്കിയിരിക്കണം. എല്ലാവിധ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എന്താണ് ഇഞ്ചുറി ഷീറ്റ് അവിടെ പ്രിപ്പയർ ചെയ്തിരിക്കണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. In the medico legal case, a death injury sheet must be prepared where
all the details about the case may be mentioned. Okay, അപ്പോൾ ഇത് മനസ്സിലായല്ലോ അല്ലേ? ക്ലിയർ അല്ലേ ആ പോയിന്റ്? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ, 14ാമത്തെ പോയിന്റ് ഇതാണ്. ഇഫ് എ മെഡിക്കോ ലീഗൽ കേസ് ഈസ് റെഫേർഡ് ടു ദ സ്പെഷ്യാലിറ്റി ഡോക്ടർ and he wants to admit the case or send the case to court, he must inform the CMO. ഇവിടെ ഉദ്ദേശിക്കുന്ന CMO ആരാണെന്ന് അറിയോ? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ചീഫ് മെഡിക്കൽ ഓഫീസർ ആണോ അതോ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണോ? ഇവിടെ പറയുന്ന CMO ആര് തന്നെയാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. കാര്യം നമ്മള് എമർജൻസി കേസുകളൊക്കെ എവിടേക്കാണ് കൊണ്ടുവരുന്നത്? കാഷ്വാലിറ്റിയിലേക്കല്ലേ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഓക്കെ, അപ്പൊ he must inform the CMO concerned about the same after examination so that such an entry may be made in the medico legal injury sheet. അതുപോലെ ഒരു മെഡിക്കോ ലീഗൽ കേസ് നമ്മളൊരു സ്പെഷ്യാലിറ്റി ഡോക്ടറുടെ അടുത്തേക്ക് റെഫർ ചെയ്യാന്ന് വിചാരിക്കാം. ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറാണ് ആ കേസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു കേസ് ചിലപ്പോ അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിടാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ അത് ആരെ അറിയിക്കണം? ബന്ധപ്പെട്ട് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് ഇൻഫോം ചെയ്തിരിക്കണം. മനസ്സിലാക്കി വെക്കണോട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം നിങ്ങളോട്. സ്പെഷ്യാലിറ്റി ഡോക്ടറോട് റെഫർ ചെയ്താൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ആരെ അറിയിക്കണം എന്ന് ചോദിച്ചാൽ ആരെയാണ് അറിയിക്കേണ്ടത്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിനെയാണ് അറിയിക്കേണ്ടത്. കാര്യം സ്പെഷ്യാലിറ്റി ഡോക്ടർക്ക് ആ ഒരു മെഡിക്കൽ ലീഗൽ കേസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കേസ് ഗുരുതരമാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം അല്ലെ? ഡോക്ടർ തീരുമാനിക്കും അതോ വലിയ കേസ് അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ അവരെ വീട്ടിലേക്ക് അയക്കാം അല്ലെ? അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അത് ബന്ധപ്പെട്ട കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിനോട് ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, പരിശോധനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരെ അറിയിക്കണം? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ആ വിവരം മെഡിക്കോ ലീഗൽ ഇൻഷുറി ഷീറ്റിനകത്ത് എന്ത് ചെയ്യാൻ വേണം? രേഖപ്പെടുത്തുകയും ചെയ്യണം. ക്ലിയർ ആയോ? പറഞ്ഞതിന് മനസ്സിലായോ? If a medico legal case is referred to the specialty doctor and he wants to admit the case or send the case to court, he must inform who? He must inform the casualty medical officer concerned about the same and after examination so that such an entry may be made in the medico legal injury sheet. ശേഷം മെഡിക്കോ ലീഗൽ ഇൻഷുറി ഷീറ്റിനകത്ത് ആ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. ഓക്കെ, അടുത്തത് 15ാമത്തെ പോയിന്റ്. All victims of alleged rape and criminal abortion should be shown to lady doctor for examination and preparation of medico legal injury sheet and other formalities. എന്താണ് പറയുന്നത്? ഇപ്പൊ അൺലീഗഡ് ആയിട്ടുള്ള റേപ്പ് കേസുകള്, ക്രിമിനൽ അൺലീഗഡ് ആയിട്ടുള്ള റേപ്പ് കേസുകൾ, ക്രിമിനൽ അബോർഷൻ കേസുകളൊക്കെ ആരാണ് പരിശോധിക്കേണ്ടത്? ലേഡി ഡോക്ടറാണ് കേട്ടോ. ലേഡി ഡോക്ടറാണ് അത് പരിശോധിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കോ ലീഗൽ ഇൻജുറി ഷീറ്റും മറ്റു ഫോർമാലിറ്റികളും കംപ്ലീറ്റ് ചെയ്തത് ആര് തന്നെയാണ്? ആ ഒരു ലേഡി ഡോക്ടറാണ് കേട്ടോ. ക്ലിയർ? മനസ്സിലായോ? കാരണം അങ്ങനെയുള്ള കേസുകളാണ് അൺലീഗഡ് ആയിട്ടുള്ള റേപ്പ് കേസുകൾ, ക്രിമിനൽ അബോർഷൻ കേസുകളൊക്കെ ആരാണ് അറ്റൻഡ് ചെയ്യുന്നത്? ഒരു ലേഡി ഡോക്ടറാണ് അത് അറ്റൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിശോധനകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ലേഡി ഡോക്ടറിനെയാണ് കാണിക്കേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ഇൻജുറി ഷീറ്റുകളും മറ്റു ഫോർമാലിറ്റികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ലേഡി ഡോക്ടർ ആയിരിക്കും. ഓക്കെ, ചോദിക്കാം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. 16ാമത്തെ കാര്യമാണ് consent for the medical examination should be taken unless he or she is arrested on charge of committing an offence and produced before casualty medical officer for the medical examination. അതായത് നമ്മൾ ഒരു കുറ്റകൃത്യം നടന്നതിന്, കുറ്റകൃത്യം ചെയ്തതിന് ഒരാളെ അറസ്റ്റ് ചെയ്ത് അവരെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് അവരുടെ കൺസെന്റ് ആവശ്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു എഴുതാം. അതായത് ഒരു കുറ്റകൃത്യം ചെയ്തതിന് നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്യാണ്,
അറസ്റ്റ് ചെയ്ത് അവരെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ മുന്നിൽ ഹാജരാക്കിയില്ലെങ്കിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് അവരുടെ സമ്മതം ആവശ്യമാണ്. അതെന്താണ് ഉദ്ദേശിച്ച കാര്യം? സാധാരണ നമ്മള് മെഡിക്കോ ലീഗൽ കേസായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ആളുകളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല്, എന്തെങ്കിലും ഒഫൻസ് ഒക്കെ ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നാല് സ്വാഭാവികമായിട്ട് ആ പോലീസിന്റെ പ്രൊസീജിയർ അനുസരിച്ച് അവരെ മെഡിക്കൽ ചെക്കപ്പിൽ കൊണ്ടുപോകും. ഓക്കെ, മെഡിക്കൽ ടെസ്റ്റ് എടുക്കാനായിട്ട്, അതായത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് എന്ത് ചെയ്യും, അവിടേക്ക് കൊണ്ടുപോകും. ഓക്കെ, മെഡിക്കൽ പരിശോധന. അതിന് എന്ത് ചെയ്യാറില്ല, അവരുടെ സമ്മതമൊന്നും വേണ്ട. അങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസിന്റെ പേരിൽ ഒഫൻസ് ഒക്കെ നടത്തി ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവരെ നമ്മൾ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോകും. അതിന് നമ്മൾ ആ വ്യക്തിയുടെ സമ്മതം വാങ്ങാറില്ല. അത് ആ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ പരിശോധന നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ആ വ്യക്തിയുടെ സമ്മതം നമ്മൾ വാങ്ങിയിരിക്കണം. സാധാരണ കേസിൽ എന്താണ്, ഒരാൾ അറസ്റ്റ് ചെയ്ത് നമ്മൾ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ മുമ്പിൽ ഹാജരാക്കി മെഡിക്കൽ പരിശോധന നടത്തുന്നത് നോർമൽ പ്രൊസീജിയർ അങ്ങനെയാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വ്യക്തിയുടെ സമ്മതം വാങ്ങേണ്ടതാണ്, കൺസെന്റ് ആവശ്യമാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞാലും മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ. ഇഫ് എ പേഴ്സൺ ഈസ് ബിലോ 18 years of age, കൺസെന്റ് ഓഫ് ദ ഗാർഡിയൻ അതെല്ലാം ചെയ്ത് വെക്കാം കേട്ടോ, is to be taken for the private part examination. അതായത് നമ്മളിപ്പോ ഒരു വ്യക്തിയുടെ പ്രായം 18 വയസ്സിന് താഴെയൊക്കെ ആണെങ്കിൽ അവരുടെ ഈ പറയുന്ന പ്രൈവറ്റ് പാർട്ട്, മീൻസ് അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിശോധനയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ഗാർഡിയന്റെ സമ്മതം ആവശ്യമാണ്. കാര്യം അവർക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ലല്ലോ. അപ്പൊ 18 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ മറ്റും പരിശോധിക്കുന്നതിനായിട്ട് ആരുടെ കൺസെന്റ് വേണം? അവരുടെ ഗാർഡിയന്റെ സമ്മതം ആവശ്യം. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ കൺസെന്റിനെ പറ്റിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. ആ കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ ചോദ്യങ്ങൾ വരാൻ, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. കൺസെന്റ് ഈസ് നോട്ട് റിക്വയർഡ്. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് ദ കൺസെന്റ് ഈസ് നോട്ട് റിക്വയർഡ്? കൺസെന്റ് ആവശ്യമില്ലാത്ത, അതായത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്സാമിനേഷന് കൺസെന്റ്, സമ്മതം ആവശ്യമില്ലാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. നോർമൽ പറഞ്ഞു അല്ലെ? ഇപ്പൊ സാധാരണ ഒരു മെഡിക്കോ ലീഗൽ കേസായിട്ട് ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്താൽ നമ്മൾ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ മുമ്പിൽ അവര് പരിശോധനയ്ക്ക് വിധേയമാക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ആ വ്യക്തിയുടെ കൺസെന്റ് എടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ പ്രൈവറ്റ് പാർട്ട് എക്സാമിനേഷൻ നടത്തണമെങ്കിൽ അവരുടെ ഗാർഡിയന്റെ സമ്മതം ആവശ്യമാണ്. ഇനി പറയുന്നത് സമ്മതം ആവശ്യമില്ലാത്ത സാഹചര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് കൺസെന്റ് ആവശ്യമില്ലാത്തതെന്ന് അറിയാമോ? ഒന്നാമത്തത് മെഡിക്കൽ എമർജൻസി. മെഡിക്കൽ എമർജൻസി കേസുകളിൽ കൺസെന്റ് വേണ്ട. ഒരു മെഡിക്കൽ എമർജൻസി മീൻസ് ഇപ്പൊ ലൈഫ് ഈസ് അറ്റ് റിസ്ക്, ഒരാളുടെ ലൈഫ് വളരെ റിസ്ക് ആണ്, ഭയങ്കര മെഡിക്കൽ എമർജൻസി കേസ് ആണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ അവരെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പരിശോധന നടത്താൻ ആ വ്യക്തിയുടെ സമ്മതമൊന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. കാര്യം അത്രയും മെഡിക്കൽ എമർജൻസി ആണ്, അയാളുടെ ജീവനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് അയാളുടെ ടെസ്റ്റ് ചെയ്തോണ്ടേന്നോ അല്ലെങ്കിൽ അയാളുടെ ഒരു കൺസെന്റ് അവർ എടുക്കേണ്ട കാര്യമില്ല. കാര്യം എമർജൻസി ആണ്. എമർജൻസി വരുന്ന കേസിൽ എന്ത് വേണ്ട? കൺസെന്റ് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ മെഡിക്കൽ എമർജൻസി. ഒന്നാമത്തെ കണ്ടീഷൻ, മെഡിക്കൽ എമർജൻസി കേസുകളിൽ നമ്മൾ എന്ത് വേണ്ട? ട്രീറ്റ്മെന്റിനാണെങ്കിലും മറ്റു മെഡിക്കൽ എക്സാമിനേഷൻ ആണെങ്കിലും ആ ഒരു വ്യക്തിയുടെ കൺസെന്റ് ആവശ്യം ഇല്ല. ഓക്കെ, രണ്ടാമത്തത് നോട്ടിഫയബിൾ ഡിസീസ് അല്ലെ? നോട്ടിഫയബിൾ ഡിസീസ്, നമുക്കൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു നോട്ടിഫയബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് നമ്മൾ സസ്പെക്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അയാളുടെ സമ്മതം ആവശ്യം. എന്ത് ചെയ്താൽ നമ്മുടെ കാര്യം, നമ്മുടെ നാട്ടിൽ കോവിഡ് ഉണ്ടായ സമയത്ത് കാര്യം ആലോചിച്ചാൽ അല്ലെ? കോവിഡ് ഒക്കെ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു? നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ കോവിഡിനൊക്കെ വരുന്ന ആളുകൾ അല്ലെ, പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകള് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ക്വാറന്റൈനിൽ പോകണം അല്ലെ? അതുപോലെ കോവിഡിന്റെ ടെസ്റ്റ് അത് ചെയ്തിരിക്കണം, ഇത്ര ദിവസം ക്വാറന്റൈനിൽ പോയിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. അതിന് അവരുടെ സമ്മതം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. അല്ല, എന്തുകൊണ്ടാ? കാര്യം ആ അസുഖം അത്രയും എന്തായിരുന്നു? സ്പ്രെഡിങ് ആയിരുന്നു അല്ലെ? അത്രയും ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു.
അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും ക്വാറന്റൈനിൽ പോകണം, കോവിഡിന്റെ ടെസ്റ്റ് നോക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അല്ലെ. അവിടെ ഒരിക്കലും നമ്മൾ അവരുടെ സമ്മതം ചോദിച്ചിട്ടല്ല ചെയ്യുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണത്? കാര്യം ആ രോഗം അത്രയും അവിടെ ത്രെട്ടനിങ് ആയിരുന്നു അല്ലെ. നമ്മുടെ ഗ്ലോബലി അത് ഭയങ്കര ത്രെട്ടനിങ് ആയിട്ടുള്ളതായതുകൊണ്ടാണ് അവരുടെ സമ്മതം വാങ്ങുന്നത്. അത് തന്നെ ആലോചിച്ചാൽ മതി. നോട്ടിഫൈഡ് ഡിസീസ് ഒരാൾക്ക് നമുക്ക് നോട്ടിഫൈബിൾ എന്തെങ്കിലും ഒരു ഡിസീസ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട്, കാര്യം എന്തിനു അങ്ങനെ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ഇതുകൊണ്ടാണ് in order to prevent the spreading of transmission, ആ ട്രാൻസ്മിഷനെ സ്പ്രെഡിങ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നോട്ടിഫൈഡ് ഡിസീസസ് ഒക്കെ വരുന്ന കേസിൽ ഒരാളെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അവരുടെ കൺസെന്റ് ആവശ്യമില്ല, സമ്മതം ആവശ്യമില്ല. ഓക്കെ. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് ഇമിഗ്രൻസ്, കുടിയേറ്റക്കാര്. നമ്മുടെ പുറത്തുനിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി പാർക്കുന്ന ആളുകളുണ്ട്, ഇമിഗ്രൻസ് അല്ലെ. അങ്ങനെയുള്ളവരുടെ മെഡിക്കൽ പരിശോധന നടത്താനായിട്ട് അവരുടെ സമ്മതം എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്, നിർബന്ധമാണ്. കാര്യം പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾ എന്തൊക്കെ അസുഖങ്ങളായിട്ടാണ് നമ്മുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് നമുക്കറിയില്ല അല്ലെ. വളരെ ത്രെട്ടനിങ് ആയിട്ട് അസുഖങ്ങൾ, എബോള പോലെയുള്ള അല്ലെങ്കിൽ അല്ലെ, കോവിഡൊക്കെ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്തരം വൈറസുകളോ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് പുറത്തുനിന്ന് ആളുകളെ അല്ലെ, കുടിയേറ്റക്കാര് നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്ത് എന്തുണ്ടാവും, അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ ഇമിഗ്രൻസ് കേട്ടോ, കുടിയേറ്റക്കാരാണ്. അപ്പൊ ഇമിഗ്രൻസിന്റെ എക്സാമിനേഷൻ പ്രൊസീജിയറിന്റെയൊക്കെ ഭാഗമായിട്ട് അവരുടെ പരിശോധന നടത്താനായിട്ട് സമ്മതം മേടിക്കേണ്ട ആവശ്യമില്ല, കൺസെന്റ് ആവശ്യമില്ല. ഓക്കെ. പിന്നെ അടുത്തതാണ് ന്യൂ അഡ്മിഷൻ ടു പ്രിസൺ. നമ്മൾ ഈ ജയിലിലേക്കൊക്കെ പുതിയ പ്രവേശനമൊക്കെ നടത്തുന്ന സമയത്ത് ആ ആളുകളിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. അതിന് അവരുടെ സമ്മതം ആവശ്യമില്ല. ഒരു ജയിലിൽ നിന്ന് വേറൊരു ജയിലിലേക്ക് നമ്മളൊരു വ്യക്തിനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, പുതിയ ജയിലിലേക്ക് വരുന്നതിന് മുമ്പ് അവരെ അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മെഡിക്കൽ പരിശോധന നടത്തിയിരിക്കും. കാര്യം എന്താണ്, അവരുടെ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ആയിട്ടാണോ വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ പുതിയ ജയിലിൽ വരുമ്പോ അയാൾക്ക് വല്ല മരണം സംഭവിക്കോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ കുറെ ഇഷ്യൂസ് വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പ്രിസണിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് ഈ പറയുന്ന പോലെ മെഡിക്കൽ പരിശോധനകൾ നടത്താറുണ്ട്. അതിന് ഇത് വേണ്ട, അവരുടെ സമ്മതം ആവശ്യമില്ല. ഇതൊന്നും അവരുടെ കൺസെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ന്യൂ അഡ്മിഷൻ ടു പ്രിസൺ. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങള്? പോയിന്റുകളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? പിന്നെ വരുന്നത് കോർട്ട് ഓർഡേഴ്സ് ഫോർ എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഇതുപോലെ പരിശോധനയ്ക്ക് ചികിത്സയ്ക്കൊക്കെ കോടതി ഉത്തരവുണ്ടെങ്കിലും നമുക്ക് ആ വ്യക്തിയുടെ സമ്മതം വേണ്ട അല്ലെ. കോർട്ട് ഓർഡർ ഉണ്ട്. കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ വ്യക്തിയുടെ സമ്മതം ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അവരെ മെഡിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് അവരെ വിധേയമാക്കുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്തതോ അണ്ടർ സെക്ഷൻ. ആ സെക്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു കേട്ടോ. അണ്ടർ സെക്ഷൻ 53 of 1 of CRPC, a person can be examined on request of the police by the use of force. സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏത് സെക്ഷൻ ആണ് എന്താണ് അവയോട് പറയുന്നത്? അതായത് a person can be examined on the request of the policy by the request of the policy എന്നല്ല കേട്ടോ. A person can be examined on the request of the police എന്നാണ് കേട്ടോ. പോളിസി എന്ന് പറയാൻ പറ്റില്ല, പോലീസ് ആണ്. പോലീസ്. ഓക്കെ. പോളിസി അല്ല, പോലീസ് എന്നാണ് കേട്ടോ. ഓക്കെ. റിക്വസ്റ്റ് ഓഫ് ദ പോലീസ് ബൈ ദ യൂസ് ഓഫ് ഫോഴ്സ്. ഏത് സെക്ഷൻ? അണ്ടർ ദ സെക്ഷൻ 53 of 1 of CRPC. CRPC സെക്ഷൻ, അതായത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. അതായത് നമ്മള് ഈ പോലീസിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് ഈ ഒരു CRPC സെക്ഷൻ 53(1) അനുസരിച്ച് ഒരു പോലീസിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ബലപ്രയോഗത്തിലൂടെ നമുക്ക് ഒരു വ്യക്തിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കാം. അതിന് ആ വ്യക്തിയുടെ സമ്മതം ആവശ്യമില്ല. അതായത് ചില കേസുകളൊക്കെ വരുമ്പോ നമുക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനൊരു എവിഡൻസ് ഒക്കെ കിട്ടുന്ന കേസ് ഉണ്ടാവും. ഈ അടുത്ത കാലത്ത് എന്തായാലും ഒരു സ്ത്രീ മാല വിഴുങ്ങിയത് അല്ലെ. ചില ആൾക്കാർ അങ്ങനെ ചെയ്യും അല്ലെ. മാല ഇങ്ങനെ സ്വർണ്ണങ്ങൾ മോഷ്ടിച്ചിട്ട് വിഴുങ്ങി കളയാറുണ്ട്.
അപ്പൊ അങ്ങനെ വിഴുങ്ങിക്കളയുന്ന സമയത്ത് നമുക്കൊരു തെളിവ് വേണം. അപ്പൊ തെളിവിന് വേണ്ടി ചിലപ്പോൾ ഇവർ എന്ത് ചെയ്യും, മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ട് വരും. അപ്പോ ആ ഒരു മെഡിക്കൽ പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു എവിഡൻസ് കിട്ടുമെന്ന് ഒരു പോലീസ് അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഞാൻ എക്സാമ്പിളിലൂടെ പറയേണ്ടതാണ് കേട്ടോ. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോ ഈ ഒരു സെക്ഷൻ, ഏത് സെക്ഷൻ, CRPCയുടെ സെക്ഷൻ 53 ഓഫ് 1 അനുസരിച്ച് ധനപ്രയോഗത്തിലൂടെ ആ വ്യക്തിയുടെ സമ്മതം വാങ്ങാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കാനായിട്ട് സാധിക്കും. കാര്യം ആ ഒരു മെഡിക്കൽ എക്സാമിനേഷനോടെ നമുക്ക് ചിലപ്പോൾ ആ കേസിന് എന്തെങ്കിലും തുമ്പുണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എവിഡൻസ് കിട്ടും. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ഈ സെക്ഷനാണ് അതിന് അനുവദിക്കുന്നത്. ഏത് സെക്ഷനാണ്? CRPC സെക്ഷൻ 53 ഓഫ് 1 കേട്ടോ. അതനുസരിച്ച് പോലീസിന്റെ ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനുള്ള പോലീസാണ് കേട്ടോ. എല്ലാ സാധാരണ പോലീസുകാർക്കും മറ്റുള്ള ആ ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണ്. കറക്റ്റ് എനിക്ക് അറിയില്ല. എന്തായാലും നോർമൽ പോലീസുകാരല്ല, പോലീസ് ഫോഴ്സിലെ തന്നെ അത്യാവശ്യം ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനിൽ ഇരിക്കുന്ന ആളുടെ റിക്വസ്റ്റ് അനുസരിച്ച് CRPCയുടെ 53 ഓഫ് 1 പ്രകാരം പല പ്രയോഗത്തിലൂടെയാണെങ്കിൽ ഒരു വ്യക്തിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കാം. അതിന് ആ വ്യക്തിയുടെ കൺസെന്റ് ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അടുത്തത് എന്താണ്? മെമ്പേഴ്സ് ഓഫ് ദ ആംഡ് ഫോഴ്സസ് on the request of competent authority in writing. Members of armed forces on request of competent authority in writing. അതുപോലെ തന്നെ ആംഡ് ഫോഴ്സസിന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. പ്രത്യേകിച്ച് അവരുടെ എന്തെങ്കിലും എക്സാമിനേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഒരു കോമ്പീറ്റന്റ്, അതായത് അവരുടെ മുകളിൽ ഇരിക്കുന്ന കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഈ പറയുന്ന ആംഡ് ഫോഴ്സസിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അവരുടെ സമ്മതം എടുക്കേണ്ട ആവശ്യമില്ല. അതായത് പട്ടാളക്കാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് നമ്മുടെ എന്താ പറയുക പോലീസിന്റെ ടെസ്റ്റുകൾ കാര്യങ്ങൾ നടത്തുമ്പോൾ, അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസേഴ്സിന്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എൻഡ്യൂറൻസ് ടെസ്റ്റ് നടത്താറുണ്ട് അല്ലെ, ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്, എൻഡ്യൂറൻസ് ടെസ്റ്റ് ഒക്കെ നടത്താറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അത് അതിന്റെ ഭാഗമാണ് അല്ല, ആ എക്സാമിനേഷന്റെ ഭാഗമാണ്. അതിലെന്ത് വേണ്ട? അവരുടെ സമ്മതം വേണ്ട. അവരുടെ സമ്മതം നോക്കിയിട്ടാണോ നമ്മൾ അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നത്, എൻഡ്യൂറൻസ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് അവരുടെ സമ്മതം നോക്കിയിട്ടാണോ? അല്ല. കാര്യം എന്താണ്? അത് അവരുടെ എംപ്ലോയ്മെന്റിന്റെ ഒരു ഭാഗമാണ് അല്ലെ. ആ രീതിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ആംഡ് ഫോഴ്സസ് പട്ടാളക്കാർക്കൊക്കെ അവരുടെ ഈ പറയുന്ന പോലെ പരീക്ഷയുടെ മാത്രമല്ല, എന്തെങ്കിലും പ്രമോഷന്റെയോ ജോലി സംബന്ധമായിട്ടുള്ള വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് അവരുടെ കോമ്പീറ്റന്റ് അതോറിറ്റി റിക്വസ്റ്റ് ചെയ്യുന്ന പ്രകാരം അവരുടെ സമ്മതമില്ലാതെ തന്നെ എന്ത് ചെയ്യാം, മെഡിക്കൽ എക്സാമിനേഷൻ നടത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ഒരു കൺസെന്റ് വേണ്ട കേട്ടോ. മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ് ഓൺ റിക്വസ്റ്റ് ഓഫ് കോമ്പീറ്റന്റ് അതോറിറ്റി ഇൻ റൈറ്റിംഗ്. അടുത്തത്, കൺസെന്റ് ഈസ് നോട്ട് റിക്വയർഡ് ഫ്രം റിലേറ്റീവ് ഫോർ കണ്ടക്ടിങ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം. ഇത് കാര്യത്തിലാണ് കണ്ടക്ടിങ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം. മെഡിക്കോ ലീഗൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടംസ് നടത്താനായിട്ട് അവരുടെ റിലേറ്റീവ് സമ്മതം ആവശ്യമാണോ? ആവശ്യമില്ല. സാധാരണഗതിയിൽ നമ്മളൊരു വ്യക്തിയെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലയന്റ്സിന്റെ സമ്മതം ആവശ്യമാണ്. പക്ഷേ മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്യാനായിട്ട് എന്ത് ആവശ്യമില്ല? കൺസെന്റ് ആവശ്യമില്ല. കാര്യം അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമാണ് മരണകാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, അല്ലാത്ത കേസുകളിലൊക്കെ പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ എന്ത് വേണം? കൺസെന്റ് വേണം. ആ മരിച്ച വ്യക്തിയുടെ ബന്ധപ്പെട്ട ക്ലയന്റ്സിന്റെ കൺസെന്റ് വേണം. പക്ഷെ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടംസ് കണ്ടക്ട് ചെയ്യാൻ എന്ത് ആവശ്യമില്ല? അവരുടെ റിലേറ്റീവിന്റെ സമ്മതം ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞത് കൺസെന്റ് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളാണ് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെ കേസുകളിൽ നമുക്ക് കൺസെന്റ് വേണ്ട? മെഡിക്കൽ എമർജൻസി കേസുകൾ, നോട്ടിഫൈബിൾ ഡിസീസ്, ഇമിഗ്രൻസ്, ന്യൂ അഡ്മിഷൻ ടു പ്രസന്റ്, കോർട്ട് ഓർഡേഴ്സ് ഫോർ എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അതുപോലെ അണ്ടർ സെക്ഷൻ 53(1) ഓഫ് CRPC. ആ സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എടുത്ത് ചോദിക്കാറുണ്ട്. A person can be examined on the request of police by the use of force. അതുപോലെ members of armed forces on request of competent authority in writing. Consent is not required from the relative for conducting medico legal postmortem. Okay ആണോ? 3 പോയിന്റുകൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളുടെ തുടർച്ചയായിട്ട് പറയുകയാണ്. 17 പോയിന്റ് വരെ നമ്മൾ അവിടെ പറഞ്ഞു നിർത്തി. 18ാമത്തെ പോയിന്റ് ഇതാണ്. കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസർ ഓർ എനി അതർ ഡോക്ടേഴ്സ്
dealing with a medico-legal case must complete all the formalities before he is relieved from the duty. അതായത് ഒരു മെഡിക്കോ-ലീഗൽ കേസ് അറ്റൻഡ് ചെയ്യുന്ന ആ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്ടേഴ്സ്, മെഡിക്കോ-ലീഗൽ കേസ് അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആരാണ്? ചിലപ്പോൾ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസർ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്ടേഴ്സ് ആവാം. ആരാണെങ്കിലും തന്നെ അവരുടെ ഡ്യൂട്ടി റിലീവ് ചെയ്യുന്നതിന് മുമ്പ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റീസുകളും അവര് കംപ്ലീറ്റ് ചെയ്തു. ചുരുക്കി പറഞ്ഞാല് ആരാണോ ആ മെഡിക്കോ-ലീഗൽ കേസ് അറ്റൻഡ് ചെയ്തത് ആ വ്യക്തി തന്നെ ആയിരിക്കണം എന്ത് ചെയ്യണം, അവരുടെ ഡ്യൂട്ടി തീരുന്നതിന് മുമ്പേ തന്നെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റികളും അവര് കംപ്ലീറ്റ് ചെയ്തു. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാളുകളോട് തന്നെ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പാടില്ല. ഒരു മെഡിക്കോ ലീഗൽ കേസ് വരികയാണ് ഹോസ്പിറ്റലിൽ, ആ കേസ് ആരാണോ, ഏത് ഡോക്ടറാണോ അത് അറ്റൻഡ് ചെയ്തത് അയാൾ തന്നെ എന്ത് ചെയ്യണം, അതിന്റെ എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അയാള് പിന്നീട് അയാളുടെ ജോലി തീരുന്നതിന് മുമ്പേ തന്നെ അയാൾ തന്നെ വേണം ആ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ മറ്റേതെങ്കിലും ഡോക്ടേഴ്സിന്റെ അടുത്തേക്കോ മറ്റു സ്റ്റാഫുകളിലേക്കോ അത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പാടുന്നത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസർ or any other doctors dealing with a medico-legal case must complete all the formalities before he is relieved from the duty. And പിന്നെ മറ്റൊരു പോയിന്റ് എന്താണ്, it is mandatory on the part of the CMO to put the time of arrival of patients in the casualty register. മാത്രമല്ല നമ്മൾ ഈ പേഷ്യൻസിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ടൈം ഓഫ് അറൈവൽ, അത് ആരാണ് കാഷ്വാലിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടത്? CMO, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ചെയ്യേണ്ട നിർബന്ധമായിട്ടും അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ആ ഒരു കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യന്റ് അറൈവൽ ടൈം രജിസ്റ്ററിൽ രേഖപ്പെടുത്താറുള്ളത് കേട്ടോ. ആരുടെയാണ് റെസ്പോൺസിബിലിറ്റി? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. നമ്മൾ ഡിപ്ലോമയിൽ മെഡിക്കൽ റെക്കോർഡ്സ് പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഈ പറയുന്ന ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് 24 അവർ പ്രവർത്തിക്കുന്ന ഒരു രജിസ്ട്രേഷൻ സംവിധാനം കേസ് രജിസ്റ്ററുകളൊക്കെ ഉണ്ടാവും പറയുന്നത് അല്ലെ. മെഡിക്കൽ കേസ് മാത്രം എൻട്രി ചെയ്യാനായിട്ടുള്ള രജിസ്റ്റർ ഉണ്ടാകുന്ന സംസാരിക്കാം. അപ്പൊ ആ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് ഈ പേഷ്യൻസിനെ എപ്പോഴാണ് കൊണ്ടുവരുന്നത് ആ ടൈം കൃത്യമായിട്ട് കാഷ്വാലിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ട ആ ഒരു ഉത്തരവാദിത്തം CMOയുടേതാണ്. നിർബന്ധമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഓക്കെ, 19ാമത്തെ പോയിന്റ് ഇതാണ്. The attending doctor put his legible signature, signature, full name in capital letter and designation for the future reference. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. മെഡിക്കോ ലീഗൽ കേസ് അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ ആരാണോ ആ ഡോക്ടർ 3 കാര്യങ്ങളാണ് അവരുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ അവരുടെ ഫുൾ നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്ററിൽ അവരുടെ മുഴുവൻ പേര്, പിന്നെ അവരുടെ ഡെസിഗ്നേഷൻ, അത് ഏത് പദവിയിലുള്ള ഡോക്ടറാണ്. ഓക്കെ, അത് എന്ത് ചെയ്യണം, അവിടെ അറ്റൻഡിങ് ഡോക്ടർ കറക്റ്റ് ആയിട്ട് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. എവിടെ രേഖപ്പെടുത്തണം? ഇഞ്ചുറി ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റിനകത്ത് അയാളെ രേഖപ്പെടുത്തി കേട്ടോ. അറ്റൻഡിങ് ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ്? സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഫുൾ നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റർ കേട്ടോ, ഫുൾ നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ അയാളുടെ ഡെസിഗ്നേഷൻ അത് വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് ആ ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഫ്യൂച്ചർ റെഫറൻസ്. അതായത് പിന്നീട് കേസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആരാണ് അറ്റൻഡ് ചെയ്തത് എന്നൊക്കെ കണ്ടുപിടിക്കാനും മറ്റുമായിട്ട് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങളും വ്യക്തമായിട്ട് പൂർണ്ണമായിട്ടും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? എ കോപ്പി ഓഫ് ദ MLC, a copy of the MLC to be handed over to the police taking a receipt. അതുപോലെ നമ്മൾ ഈ MLC റിപ്പോർട്ട് ഉണ്ടാക്കുമല്ലോ, ആ ഒരു കേസ് ഷീറ്റ്, അതിന്റെ ഒരു കോപ്പി പോലീസിന് കൈമാറിയിരിക്കണം. അത് കൈമാറിയതിന്റെ റെസീപ്റ്റ് കൈപ്പറ്റുകയും വേണം കേട്ടോ. പോലീസിൽ നിന്നൊരു റെസീപ്റ്റ് അത് കൊടുക്കാം. MLC റിപ്പോർട്ടിന്റെ ഒരു കോപ്പി പോലീസിന് കൊടുക്കാം. അത് കൊടുത്തതിന്റെ തെളിവായിട്ട് അതിൽ നിന്ന് റെസീപ്റ്റ് വാങ്ങുകയും ചെയ്യാം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. A copy of the MLC to be handed over to the police taking a receipt. റെസീപ്റ്റ് വാങ്ങിക്കൊണ്ട് അതിന്റെ ഒരു കോപ്പി ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം? പോലീസിന് കൈമാറിയിരിക്കണം. അടുത്തൊരു കൊട്ടേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. No MLC should be backdated. No MLC should be backdated. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതിന്റെ അർത്ഥം കേട്ടോ, ഒരു MLC റിപ്പോർട്ടുകളിലും തിരുത്തൽ സാധ്യമല്ല. ഒരു MLC റിപ്പോർട്ടുകളിലും തിരുത്തൽ സാധ്യമല്ല. അതാണ് അവിടെ ഞാൻ പറഞ്ഞതിന്റെ മീനിങ്. No MLC should be backdated. അതായത് നമ്മളൊരു തവണ ഒരിക്കൽ നമ്മൾ MLC റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിൽ യാതൊരു വിധത്തിലുള്ള തിരുത്തലുകളും നടത്താനായിട്ട് പാടില്ല. മറ്റാരെങ്കിലും സ്വാധീനത്താലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും
റെക്കമെൻഡേഷന് പുറത്തോ ഒരു തരത്തിലുള്ള മാറ്റങ്ങള് അല്ലെങ്കിൽ തിരുത്തലുകള് അവിടെ അനുവദനീയമല്ല, അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഇതാണ് പറഞ്ഞത്. നോ MLC ഷുഡ് ബി ലാക്ടേറ്റ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റുകള്? നമ്മള് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇപ്പൊ 18 വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ ആരുടെ കൺസെന്റ് ആണ് ആവശ്യമായിട്ടുള്ളത്? അപ്പൊ ഗാർഡിയന്റെ കൺസെന്റ് വേണം. അതുപോലെ കൺസെന്റ് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറഞ്ഞാൽ അത് അറിയണം. അതുപോലെ തന്നെ ഒരു പോലീസിന് ഒരു ബലപ്രയോഗത്തിലൂടെ ഒരു വ്യക്തിയെ പരിശോധിക്കാനുള്ള ആ ഒരു റൈറ്റ് ഏത് സെക്ഷൻ അനുസരിച്ചിട്ടാണ് അനുവദിക്കുന്നത്? ഇപ്പൊ CRPCയുടെ സെക്ഷൻ തന്നെ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മെഡിക്കോ ലീഗൽ കേസ് അറ്റൻഡ് ചെയ്യുന്ന ആരാണ് ഡ്യൂട്ടിയിലിരിക്കെ മെഡിക്കോ ലീഗൽ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റികളും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ആ കേസ് അറ്റൻഡ് ചെയ്യുന്ന കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസർ അല്ലെങ്കിൽ മറ്റാർക്ക് ഡോക്ടറാണ് അത് അറ്റൻഡ് ചെയ്യുന്നത്, അവർക്കാണ് അവരുടെ ഡ്യൂട്ടി തീരുന്നതിന് മുമ്പ് ആ മെഡിക്കോ ലീഗൽ കേസ് ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ ഒരു കാഷ്വാലിറ്റി രജിസ്റ്ററില് പേഷ്യന്റിന്റെ അറൈവൽ ടൈം രേഖപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് ചോദിച്ചാൽ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസർക്കാണ്. അതുപോലെ തന്നെ ഒരു അറ്റൻഡിംഗ് ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ആ ഒരു കേസ് ഷീറ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് അറ്റൻഡിംഗ് ഡോക്ടർ രേഖപ്പെടുത്തേണ്ടത്? 3 കാര്യങ്ങളാണ്: സിഗ്നേച്ചർ, ഫുൾ നെയിം, ക്യാപിറ്റൽ ലെറ്റർ, ഡെസിഗ്നേഷൻ. അതുപോലെ തന്നെ MLCയുടെ കോപ്പി നമ്മൾ പോലീസിന് കൈമാറേണ്ടത് എന്ത് സ്വീകരിച്ചുകൊണ്ടാണ്? റെസിപ്റ്റ് സ്വീകരിച്ചുകൊണ്ടാണ്. ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കേട്ടോ, മനസ്സിലായോ? അതോടുകൂടി ആ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടോ. ഓക്കെയാണോ? പിന്നെ ഇവിടുത്തെ പോയിന്റുകളൊക്കെ ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ചാപ്റ്ററുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇനിയുള്ള ഇന്ന് മുതൽ ഉള്ള അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റിവിഷൻ നടത്താം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ആണല്ലോ വരുന്നത്. എല്ലാവരുടെ ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നല്ലോ അല്ലെ? സോളിൻസിന്റെ തീർന്നായിരുന്നോ? ചാപ്റ്റർ കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. ഇതിന്റെ കൂടെ ഇനി കഴിയാനുണ്ട് അല്ലെ? മറ്റെല്ലാവരുടെ കഴിഞ്ഞ റിവിഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് മുതൽ റിവിഷൻ തുടങ്ങാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ മൊഡ്യൂൾ 5 തന്നെ തുടങ്ങാൻ നമുക്ക് അല്ലെ? മൊഡ്യൂൾ 5 തുടങ്ങാം കേട്ടോ. മൊഡ്യൂൾ 5 ഞാൻ എടുത്ത ചാപ്റ്റർ നമ്പർ 5 അല്ലേ ഞാൻ എടുത്തേക്കാം. മൊഡ്യൂൾ 5 5ാമത്തെ ചാപ്റ്റർ അല്ലെ? HRM അല്ലെ? ഡിസ്ബഴ്സ്മെന്റ്സ് ഓഫ് ഇന്റർവ്യൂ പാനൽ പറയുന്ന ആ ഒരു ചാപ്റ്റർ ആണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിട്ടാണ്. നമ്മള് ധാരാളം ക്വസ്റ്റ്യൻസുകൾ നമ്മള് ക്ലാസ്സിൽ പറയുന്ന സമയത്ത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഒരു ഐഡിയ കിട്ടും കേട്ടോ. അതനുസരിച്ച് പഠിക്കണം. ആ ചാപ്റ്റർ വളരെ സിമ്പിൾ, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ. അങ്ങനെ കുറച്ച് കണ്ടന്റുകൾ മാത്രമാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് അല്ലെ? ഓക്കെ, ഇവരുടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറയാം, നമുക്ക് ക്വസ്റ്റ്യൻസ് പറയാം കേട്ടോ. HRM അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ പഠിച്ച പോയിന്റുകൾ ഇതൊക്കെയായിരുന്നു. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഒരേപോലെ ആയിരിക്കണം പോകേണ്ടത് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ച ഒരു ആദ്യത്തെ ഒരു കൺസെപ്റ്റ് അതായിരുന്നു അല്ലെ? അതായത് HRM-ഉം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഒരുപോലെ വേണം മുന്നോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് HRM ഒരു വഴിക്ക്, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വേറൊരു വഴിക്ക് അങ്ങനെ പോയാൽ ശരിയാവോ? ഇല്ല, രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകണം അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാതെ ഹ്യൂമൻ അല്ലെ? ഒരു അഡ്മിനിസ്ട്രേഷൻ, ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാതെ എന്താണ് ഹ്യൂമൻ റിസോഴ്സസിൽ ഒരു കൺട്രോൾ ഇല്ലാതെ അഡ്മിനിസ്ട്രേഷൻ സാധ്യമല്ല എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മളിവിടെ പഠിച്ചത്. അതുപോലെ തന്നെ ആരാണ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? വർക്ക് ഫോഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ അല്ലെ? അതായത് ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്കില്ല്, നോളജ്, അവരുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ? ഹ്യൂമൻ റിസോഴ്സസിന് പറയുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മാൻ പവർ, ലേബർ, പേഴ്സണൽ, അസോസിയേറ്റ്സ്, പീപ്പിൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സസിനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ ആണ്.
ഹ്യൂമൻ റിസോഴ്സ് മാനുവലിന് നമ്മളൊരു വിശേഷണം പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടോ ഇത്? ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഒരാൾ പറഞ്ഞേ, അറിയാവുന്ന ഒരാൾ പറഞ്ഞേ. ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനെ നമ്മൾ എങ്ങനെയാണ് വെരി ഗുഡ്, കറക്റ്റാണ് ശ്രീലക്ഷ്മി, കറക്റ്റാണ്. എന്താണ്? ബൈബിൾ ഓഫ് HR അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് ബൈബിൾ ഓഫ് HR എന്നറിയപ്പെടുന്നതാണ് HR മാനുവൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ HR മാനുവൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, പോളിസികള് ഇതെല്ലാം തന്നെ വിശദമാക്കുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെ? അതാണ് എന്ത് HR മാനുവൽ എന്ന് പറയുന്നത് അല്ലെ? അത് ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു റെഫറൻസ് ഗൈഡ് ആയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഫേസസ് ഓഫ് HR പഠിച്ചു അല്ലെ? HR പ്രധാനമായിട്ടും 4 ഫേസസ് ആണ്. പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ്, റിക്രൂട്ട്മെന്റ് ഫേസ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് എക്സിറ്റ്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കും. ആദ്യം നമ്മൾ പറഞ്ഞു പ്രീ റിക്രൂട്ട്മെന്റ് ആണ്. പ്രീ റിക്രൂട്ട്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി വരുന്ന സമയത്ത് അതിന്റെ ബന്ധപ്പെട്ട ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് HR അഡ്മിനിസ്ട്രേറ്ററിനെ, HR മാനേജറിനെ അറിയിക്കുന്നതിലൂടെയാണ് പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ വാക്കൻസികൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലെ? അതുപോലെ എങ്ങനെയാണ് റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ. നമ്മളൊരു വാക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരെ അറിയിക്കണം? HR മാനേജറിനെ അറിയിക്കണം. HR മാനേജർ നമ്മൾ എങ്ങനെയാണ് അറിയിക്കുന്നത്? അത് നമ്മൾ ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ സൈനോട് കൂടി 2 വ്യക്തികളുടെ സൈനെ പറ്റിയോട് പറയുന്നത് അല്ലെ? ഒന്ന് ഓതറൈസ്ഡ് ബൈ ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫീസർ അല്ലെ? ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ വേക്കൻസി വന്നിട്ടുള്ളത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും റിപ്പോർട്ടിംഗ് ഓഫീസർ ഓതറൈസ്ഡ് ആയിട്ട് അവരുടെ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള ആ ഒരു ഫോം അല്ലെ? റിട്ടൻ ഫോം അല്ലെങ്കിൽ ടാലന്റ് റിട്ടൻ ഫോമിലൂടെയാണ് നമ്മൾ ആ വാക്കൻസി ആരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്? HR മാനേജർ അല്ല HR അഡ്മിനിസ്ട്രേറ്ററിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. സാധാരണ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വാക്കൻസി വന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുകയല്ല ചെയ്യുക. പകരം മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ആയിട്ട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അനുയോജ്യമായ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരെ നിലവിലുള്ള വേക്കൻസിയിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് പൊതുവെ ചെയ്യുക. ആദ്യത്തെ പ്രയോറിറ്റി അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഏതെങ്കിലും സാധ്യമല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു റിക്രൂട്ട്മെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഒരു ഫോർമാറ്റ് ആണ് ഒരു ടാലന്റ് അക്വിസിഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന്റെ ഫോമില് എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് വെറുതെ ഫോർമാറ്റ് നിങ്ങൾക്ക് വെറുതെ കാണാൻ വേണ്ടി അവിടെ കൊടുത്തേക്കുന്നതല്ല. ഓരോ ഫോർമാറ്റിലും എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾ ശരിക്കും നോക്കി വെക്കണം കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് ടാലന്റ് അക്വിസിഷൻ ഫോമിനകത്ത് താഴെ തന്നിരിക്കുന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടണം. അതേ രീതിയിലാണ്. അതായത് വെറുതെ ഒരു ഫോർമാറ്റ് അല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കൊടുത്തതാണ്. അങ്ങനെ കൂടി എടുക്കരുത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അധികം ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ നമ്മൾ പറഞ്ഞു ഹൗ ടു അക്വയർ എംപ്ലോയീസ്. എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെയൊക്കെ അക്വയർ ചെയ്യാം അല്ലെ? 8 പോയിന്റുകളാണ് പിടിച്ചത്. അതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. എക്സിസ്റ്റിംഗ് ഡാറ്റ എങ്ങനെയൊക്കെ നമുക്ക് ഒരു സ്ഥാപനത്തിലേക്ക് എംപ്ലോയീസിനെ അക്വയർ ചെയ്യാം, നേടാം എന്നാണ് പറഞ്ഞത്. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് ആ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ പഠിച്ചത് അങ്ങനെ അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചില പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കാം? ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി, ടെസ്റ്റിമോണിയൽസ്, പേഴ്സണാലിറ്റി, ജോയിനിങ് ടൈം, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള എന്താണ് പാരാമീറ്റേഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ പിന്നെ ഷോർട്ട് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഒരു 10ഓ 15ഓ വാക്കൻസികൾ ഉണ്ടെങ്കിൽ നമ്മളൊരു 50ഓ 60ഓ കാൻഡിഡേറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തായിട്ട് ആൻസർ പറയാ? ഇന്റർവ്യൂ പ്രോസസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഒരു 700 ആളുകളുടെ അപ്ലിക്കേഷൻ കിട്ടിയ 700 പേര് നമുക്ക് ഇന്റർവ്യൂ നടത്താൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. നമുക്ക് ആ ഇന്റർവ്യൂ പ്രോസസ് എന്ത് ചെയ്യണം? ഈസിയർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ ഓർത്തു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇന്റർവ്യൂ പാനലിന് തീരുമാനിക്കണം. ഇന്റർവ്യൂ പാനലിന് നമ്മൾ തീരുമാനിക്കുന്നത് കാറ്റഗറിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു 3 ടൈപ്പ് ഓഫ് കാറ്റഗറി അല്ലെ?
ഇതിൽ ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ്, ലോവർ കാറ്റഗറി സ്റ്റാഫ്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ അതിനെ തിരിച്ചിട്ടുണ്ട് അല്ലെ, അത് തിരിച്ചിട്ടുണ്ട്. സോ ആ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ തന്നെ നിങ്ങളോട് ചോദിക്കാം. കാറ്റഗറി 1 എന്ന് ചിലപ്പോൾ കാറ്റഗറി പറയേണ്ടി വരും. ചിലപ്പോൾ ആ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ ആരൊക്കെയാണ്, ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയിൽ പെടുന്ന ആളുകളുടെ പേര് തന്നിട്ട് വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആരായിരിക്കും, അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയിലാണെന്നുള്ളത് നമുക്ക് അറിയണം. ആ ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടുള്ള മാനേജേഴ്സ് ആരൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ തീരുമാനിച്ചു. നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ ഇന്റർവ്യൂ ഡേറ്റിനെ പറ്റി അറിയിക്കുന്നത് ഇതിലൂടെയാണ് നമ്മൾ വിളിച്ചത്, ഇന്റർ ഓഫീസ് മെമ്മോറാൻഡത്തിലൂടെയാണ് അല്ലെ. IOM, that means ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ വിവരങ്ങൾ അറിയിക്കുന്നത്. അവരുടെ കൺഫർമേഷൻ നമ്മൾക്ക് വാങ്ങണം അല്ലെ. ഇന്ന ദിവസം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു, അതേ ദിവസം മെമ്പേഴ്സ് എല്ലാവരും അവിടെ അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അവൈലബിൾ ആവണം എന്ന് നമ്മൾ അവരുടെ കൺഫർമേഷൻ വാങ്ങുന്നത്. രേഖാമൂലമുള്ള ഒരു കൺഫർമേഷൻ നമ്മൾ വാങ്ങണം. അതെങ്ങനെ നമ്മൾ വാങ്ങുന്നത്, ഇന്റർ ഓഫീസ് മെമ്മോറാൻഡത്തിലൂടെയാണ്. ഓക്കെ, അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇന്റർ ഓഫീസ് മെമ്മോറാൻഡത്തിനകത്ത് ഉൾപ്പെടുന്നത് എന്തൊക്കെയാ, IOM നമ്പർ, IOM ഡേറ്റ്, അതുപോലെ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, അവരുടെ പേരുകൾ ഉണ്ടാവും. പിന്നെ പ്രത്യേകം ഓർക്കണം, unlike other official letters, IOM should not carry any type of formality other than the official language. Salutation like dear sir, dear madam, thanking you, yours faithfully, that can be avoided. അപ്പൊ IOM തയ്യാറാക്കുമ്പോൾ IOM നമ്പർ ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, ആരാണ് ഇഷ്യൂ ചെയ്തത്, ആർക്കാണ് അഡ്രസ് ചെയ്യുന്നത് അതുണ്ടാവും. പിന്നെ ഒരിക്കലും എന്താണ് ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഒഴികെ വേറെ ഒരു ഫോർമാലിറ്റിയും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തുവെക്കണം കേട്ടോ. നമ്മളൊരിക്കലും ഡിയർ സാറിനോ ഡിയർ മാഡംന്നോ അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ നമ്മൾ അതിൽ ഒഴിവാക്കും. അതുപോലെ താങ്കിങ് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള സെലിബ്രേഷൻസ് അവിടെ ഇതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തില്ല, IOMനകത്ത് രേഖപ്പെടുത്തും. ശരിക്കും IOM എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന ആശയവിനിമയം നടത്താൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം. അവിടെ ഒരിക്കലും ഡിയർ സാറ്, ഡിയർ മാഡം, താങ്കിങ് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഇന്റർവ്യൂ നടത്തുന്നു. ഇന്റർവ്യൂ നടത്തല്ല നമ്മള് അറിയിച്ചു. പിന്നെ എന്താണ്, കോണ്ടാക്ട് അയക്കണം അല്ലെ. ഇന്റർവ്യൂ നടത്തണം. ഇന്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിന്റെ വിവരങ്ങള് നമ്മൾ കാൻഡിഡേറ്റ്സിനെ അറിയിക്കണം. അവരെ അറിയിക്കുന്നത് ഇതിലൂടെയാണ്, കോൾ ലെറ്ററിലൂടെയാണ് അല്ലെ. അപ്പൊ നമ്മൾ പിന്നെ കോൾ ലെറ്ററിന്റെ ഫോർമാറ്റുകളുണ്ട്. കോൾ ലെറ്ററിലും നമ്മൾ എന്താണ്, ഡിയർ കാൻഡിഡേറ്റ് എന്ന് മാത്രമാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അവരുടെ പേര് പരാമർശിക്കോ ഇല്ല. എന്തുകൊണ്ടാണ് പേര് പരാമർശിക്കാത്തത്, അവരുമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്, നമ്മൾ അവരെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ വ്യക്തിയുടെ പേര് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവർക്ക് ഇന്റർവ്യൂവിനെ വിളിക്കുമ്പോൾ ആ കോൾ ലെറ്ററിൽ ഒരിക്കലും അവരുടെ പേര് വെച്ച് നമ്മൾ പറയുന്നത് ഡിയർ കാൻഡിഡേറ്റ് എന്നാണ് നമ്മൾ അവിടെ സെലിബ്രേഷൻ കൊടുക്കുക കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് നമ്മളൊരു കോൾ ലെറ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഒരു കോൾ ലെറ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തും, ഇന്റർവ്യൂവിന്റെ ഡേറ്റ്, ടൈം, വെന്യൂ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമോ എന്നുള്ളൊരു കൺഫർമേഷനും കൂടെ നമ്മൾ അതിന്റെ കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, കമ്പനി അവരുടെ എക്സ്പെൻസ് ഒന്നും വഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോ DA ഓഫ് DA വിൽ ബി പെയ്ഡ് ഫോർ അറ്റൻഡിംഗ് ദ ഇന്റർവ്യൂ എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ചിലപ്പോൾ എന്ത് മെൻഷൻ ചെയ്യണം എന്നപ്പോ എടുത്ത് ചോദിക്കാം കേട്ടോ. അപ്പൊ കമ്പനി അവരുടെ ചെലവുകൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളും എടുക്കുന്നില്ലെങ്കിൽ പ്രത്യേകം അത് മെൻഷൻ ചെയ്യണം. എടുക്കുന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, പിന്നെ കോൾ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കോൾ ലെറ്റർ അയക്കുന്നു. കോൾ ലെറ്റർ അയച്ച പിന്നെ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇന്റർവ്യൂ ബോർഡ് വളരെയധികം പ്രൊഫഷണൽ ആക്കി മാറ്റണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പ്രൊഫഷണൽ ആക്കി മാറ്റുന്നു. പിന്നെ നമ്മൾ ഒരു ഇന്റർവ്യൂ നടത്തുക, എന്തൊക്കെ പാരാമീറ്റേഴ്സുകൾ ഉപയോഗിച്ചാണ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നത്. ആ പാരാമീറ്റേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച പാരാമീറ്റേഴ്സ് അല്ല, അതിൽ പെടാത്ത
മറ്റു പല പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇന്റർവ്യൂ സമയത്ത് നമ്മളൊരു വ്യക്തിയെ അസസ് ചെയ്യുന്നത്. എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണെന്നുള്ളത് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്റർവ്യൂ സമയത്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചോദ്യങ്ങളുടെ ഒരു മാതൃക തയ്യാറാക്കുന്നത്, അതാണ് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നത്? അതായത് വളരെ മറ്റുള്ള ഫീൽഡുകളിലുള്ള ആളുകൾ ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ആ സ്പെസിഫിക് ഫീൽഡിനെ പറ്റിയിട്ട് അറിവുണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കും? നമ്മൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ആണ്. ആ ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നതിലൂടെ അവരുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നമുക്ക് ഇന്റർവ്യൂവിൽ ഉറപ്പുവരുത്താൻ സാധിക്കും, അല്ലെ, ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂവിന്റെ പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ഉൾപ്പെടുന്ന ചില ചോദ്യങ്ങളൊക്കെ അവിടെ പരിചയപ്പെട്ടിരുന്നു. പിന്നെ ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് ആൻ എംപ്ലോയി ഇൻ ദി ഇന്റർവ്യൂ പ്രോസസ്. അതിന്റെ ഒരു മോഡൽ നമ്മൾ പഠിച്ചു, അത് നിങ്ങൾ നോക്കി വെക്കണം. ഒരു ഇന്റർവ്യൂ അസസ്മെന്റ് ഫോമിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദെൻ നമ്മൾ പറഞ്ഞു ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറയുമ്പോൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്ന് പറയുന്നത് രണ്ടാണ് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓഫർ ലെറ്റർ കൊടുക്കുകയാണ്. മേബി വേണമെങ്കിൽ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അപ്പോയിന്റ്മെന്റ് ഓഫർ ഈസ് ഇഷ്യൂഡ് ഓൺലി appointment order is issued only after the acceptance of appointment offer. അപ്പോയിന്റ്മെന്റ് ഓഫർ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് അയക്കുള്ളൂ? അപ്പോയിന്റ്മെന്റ് ഓർഡർ അവർക്ക് അയക്കുള്ളൂ കേട്ടോ. അതായത് ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അയക്കുള്ളൂ. പിന്നെ നമ്മൾ അതിന്റെ ഒരു ഫോർമാറ്റ് പഠിച്ചു. അപ്പൊ അപ്പോയിന്റ്മെന്റ് ഓഫറിൽ ഈ പറയുന്ന ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചത് ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എൻ അറ്റാച്ച്മെന്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫർ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ ബേസ് ഡോക്യുമെന്റ് റിഗാർഡിംഗ് ദി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എൻട്രസ്റ്റഡ് ടു എൻ എംപ്ലോയി. അല്ലെ, എംപ്ലോയിക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചുമതലപ്പെടുത്തി കൊടുക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സംബന്ധിക്കുന്ന അടിസ്ഥാന ഡോക്യുമെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് എൻട്രസ്റ്റഡ് ടു എൻ എംപ്ലോയി. നമ്മളൊരു എംപ്ലോയിക്ക് കൊടുക്കാൻ ഏൽപ്പിക്കുന്ന അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട്. ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ സമ്മൺസ് ജോബ്. ഓക്കെ, അതൊരു വ്യക്തിയുടെ ജോലിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നതിനെ പറ്റി പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ മറ്റൊരു കാര്യം പറയുന്നത് വാട്ട് ഈസ് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ. ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് കോമൺ ടു ഓൾ കാറ്റഗറീസ്. എല്ലാ കാറ്റഗറി ഓഫ് വിഭാഗത്തിലെ ആളുകൾക്കും കോമൺ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ജോയിനിങ് ഓർഡർ കൊടുക്കുന്നത്? ആരാണ് കൊടുക്കുന്നത്? അത് എംപ്ലോയി കൊടുക്കുന്നതാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ മാനേജ്മെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതൊരു എംപ്ലോയി സബ്മിറ്റ് ചെയ്യുന്നതാണ്. അതായത് അവർ ആ അപ്പോയിന്റ്മെന്റ് ഓഫർ കൈപ്പറ്റി കഴിഞ്ഞാൽ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവര് അനുസരിച്ച് കൊള്ളാം എന്നുള്ള വ്യവസ്ഥയില് അവർ കൊടുക്കുന്നതാണ് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ ജോയിനിങ് ഓർഡറിന്റെ ഓർഡർ നമ്മൾ കണ്ടു. നമ്മൾ പറഞ്ഞത് പ്രൊബേഷൻ പീരീഡ് ആണ്. ട്രെയിനിങ് പീരീഡിനെയാണ് അല്ലെ നമ്മൾ പ്രൊബേഷൻ പീരീഡ് എന്ന് നമ്മൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടായിരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തു. ജസ്റ്റ് പറഞ്ഞു പോവുകയുള്ളൂ. അപ്പോയിന്റ്മെന്റ് ഓഫറിനകത്തും അപ്പോയിന്റ്മെന്റ് ലെറ്ററിനകത്തും നമ്മൾ എല്ലാവിധ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ദെൻ പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിനിങ് പീരീഡ് ആണ്. ആ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ ആ വ്യക്തിയെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ എന്തൊക്കെ എബിലിറ്റീസ് ആണ് നമ്മൾ ആ ഒരു പ്രൊബേഷൻ പീരീഡിൽ അവരിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട് ആറ്റിറ്റ്യൂഡ്, കേപ്പബിലിറ്റി, ലീഡർഷിപ്പ്, ടീംവർക്ക്, ഡോക്യുമെന്റേഷൻ, ഇന്ററാക്ഷൻ വിത്ത് കൊളീഗ്സ്, സബോർഡിനേഷൻ വിത്ത് സുപ്പീരിയേഴ്സ് എല്ലാം തന്നെ ആ ഒരു പ്രൊബേഷൻ പീരീഡ് സമയത്ത് അസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫൈനൽ അസസ്മെന്റ് നമ്മൾ നടത്തുന്നത് പെർഫോമൻസ് അപ്രൈസലിലൂടെയാണ്. എന്തിന്റെയൊക്കെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? Is the process of evaluation of the employee's performance. So, employee performance evaluate ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കൺഫേം ചെയ്യാനാണ് നമ്മുടെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്? ഇതൊക്കെയാണ് കൺഫർമേഷൻ ഓഫ് ജോബ്, പ്രൊമോഷൻ, സാലറി ഇൻക്രിമെന്റ്,
extension of probation period and termination. The last and final word, HR appraisal. That means it's the process of evaluating the employee's performance. Positive ആയിട്ടുണ്ടാവാം, നെഗറ്റീവ് ആയിട്ട്. അങ്ങനെ ഇത്രയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ചത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. പഠിച്ച കാര്യങ്ങളേക്കും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കാം. What is considered as the Bible of HR? നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ക്വസ്റ്റ്യൻസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. തെറ്റിയാലും കുഴപ്പമില്ല. കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അതെന്നറിയോ, ഇവിടെ തെറ്റ് പറ്റിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. തിരുത്താൻ ഇനി അവസരമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി, മോശമാവോ, ബാക്കിയുള്ളവരൊക്കെ ശരിയാക്കി എന്ന് വിചാരിക്കേണ്ടെന്ന് കേട്ടോ. അവിടെ അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങളുടെ ആൻസർ എന്താണോ അത് കമന്റ് ചെയ്യുക. ഓക്കെ, എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരുത്താനോ പ്രശ്നമില്ല. ഓക്കെ, ആൻസർ ഓൾറെഡി വന്നു കഴിഞ്ഞു. HR ആൻസർ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത്, what is the first step in the pre-recruitment process? What is the first step in the pre-recruitment process? എന്ന് പറയാമോ? Pre-recruitment processന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ, advertising the vacancy. Option B, shortlisting candidates. Option C, the HOD intimating the HR manager about a vacancy. Option D, conducting interviews. ഇതാണ് ആൻസർ വരിക. ഓക്കെ, ശ്രീലക്ഷ്മി സി പറഞ്ഞു. ഇനി ആർക്കെങ്കിലും മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ? സി. ഓക്കെ, അതും കറക്റ്റ് ആണ്. സി രാഖി പറഞ്ഞത് എ ആണ്. ഓക്കെ, പിന്നെ കറക്റ്റ് ആൻസർ സി തന്നെയാണ് കേട്ടോ. കറക്റ്റ് ആൻസർ സി ആണ്. ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്? പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഓപ്ഷൻ എ പറഞ്ഞത് അഡ്വർടൈസിംഗ് വേക്കൻസി എന്നാണ്. വേക്കൻസി അഡ്വർടൈസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ശരിക്കും ഓപ്ഷൻ സി ആണ്. HOD ഇന്റിമേറ്റിംഗ് ദ HR മാനേജർ അബൌട്ട് എ വേക്കൻസി. കാര്യം നമ്മുടെ ടെക്സ്റ്റില് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെന്റൻസ് കറക്റ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് എടുത്താൽ മനസ്സിലാവും. Pre-recruitment process initially starts when the HR manager or administrator is intimated by the head of the department of concerned department regarding the particular vacancy or a field of vacancy. Now, the vacancy report ചെയ്താല് അതിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് HR മാനേജറിനെ അറിയിക്കുന്നതോട് കൂടിയിട്ടാണ് പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോദ്യം അതല്ലേ, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്? അഡ്വർടൈസിംഗ് വേക്കൻസി എന്ന് പറയുന്ന ആൻസർ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. വാക്കൻസി അഡ്വർടൈസ് ചെയ്യാം അല്ലെ, വാക്കൻസി പരസ്യപ്പെടുത്താം എന്നുള്ള ആൻസർ തെറ്റല്ല. പക്ഷെ കുറെ കൂടെ കറക്റ്റ് ആൻസർ ഏതാണ്? അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ പറയുന്നുണ്ട് HOD intimating the HR manager about a vacancy. അതാണ് കുറെ കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, what is the purpose of an intent for the talent acquisition? What is the purpose of an intent for the talent acquisition? Intent means request എന്നുള്ള അർത്ഥമാണ്. അതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, to formally request new employees from the HR department. Option B, to offer a job to a selected candidate. Option C, to assess a candidate during an interview. Option D, to terminate an employee. ഇതാണ് ആൻസർ വരിക. പറഞ്ഞേ, ശരിക്കും ആൻസർ വരിക. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കണോ? ഒന്നുകൂടെ വായിക്കണം. What is the purpose of an intent for talent acquisition? Option A, to formally request new employees from the HR department. Option B, to offer a job to a selected candidate.
Option C, to assess a candidate during an interview. Option D, to terminate an employee. ഏതാണ് കറക്റ്റ് ആൻസർ? എ ആണ്. സെലക്ഷനിൽ കറക്റ്റ് ആണ് ആൻസർ. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഓക്കെ, ആൽവിൻ കറക്റ്റ് ആണ്. ടു ഫോർമലി റിക്വസ്റ്റ് ന്യൂ എംപ്ലോയീസ് ഫ്രം ദ HR ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ബാക്കിയുള്ള ഓപ്ഷൻസ് കറക്റ്റ് ആണോ? HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുതിയ എംപ്ലോയീസിനെ റിക്വസ്റ്റ് ചെയ്യാം അല്ലെ? റിക്വസ്റ്റ് എന്ന് കണ്ടാണ് എന്താണ് മീനിങ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ലിസ്റ്റഡ് ആസ് എ മെത്തേഡ് ഫോർ അക്വയറിംഗ് എംപ്ലോയീസ്? നമ്മൾ അതിനകത്ത് ഹൗ ടു അക്വയർ എംപ്ലോയീസ് എന്ന് പറഞ്ഞ 8 പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് listed as a method for acquiring employees? Option തരാം. Option A, social media network. Option B, working candidates. Option C, university campus placements. Option D, existing data bank. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. സി ആണ്. ഓക്കെ, ശരണ്യ ഹിന്ദി കറക്റ്റ് ആണ്. അർച്ചന, ശ്രീലക്ഷ്മി, സി ആൽവിൻ, ഓക്കെ, സി കറക്റ്റ് ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പ്ലേസ്മെന്റ് നമ്മുടെ ആ ഒരു പോയിന്റിനകത്ത് വരുന്നില്ല അല്ലെ? അതുകൊണ്ട് തന്നെ അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ശരിക്കും ജനറലി ചിന്തിക്കുമ്പോ ആവാം അല്ലെ? ജനറലി നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ പ്ലേസ്മെന്റിലൂടെ നമുക്ക് അല്ലെ കിട്ടുന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആൻസർ ഇത് തന്നെയാണ്. ഈ പറയുന്ന പോലെ അതിന് നമ്മൾ പഠിക്കുന്ന പോയിന്റിൽ ഈ പോയിന്റ് വന്നിട്ടില്ല. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പ്ലേസ്മെന്റ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കേ, ക്ലിയർ? അപ്പൊ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ അങ്ങനെ ഒരു റിവിഷൻ നമുക്ക് നടത്താം. ഏകദേശം ക്വസ്റ്റ്യൻസുകളൊക്കെ കേട്ട് വരുമ്പോ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഇങ്ങനെയൊക്കെയാണെന്നുണ്ട് കേട്ടോ. അതനുസരിച്ച് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇനിയുള്ള സമയങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയിട്ട് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആകും. ഫെബ്രുവരി ക്ലാസ് എല്ലാവരും ഓൾമോസ്റ്റ് തീർന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എക്സാം ആണ് കേട്ടോ. അപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ പഠിച്ചു പോകും കേട്ടോ. ഡേറ്റ് വന്നു അല്ലെ? മാർച്ച് 9. കുറച്ച് സമയമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കേട്ടോ. ഇൻ കേസ് ഇനി എക്സ്ട്രാ പഠിക്കാൻ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ കഴിയുമെങ്കിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. റിവിഷൻ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ കേട്ട് പരിചയപ്പെടാനായിട്ട്. ഓക്കെ, വേറെ സമയം ഒട്ടും കിട്ടാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യാം. റിവിഷൻ ക്ലാസ് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ? ഓക്കെ, താങ്ക് യു.